നടനും മക്കൾ നീതി മയ്യം അധ്യക്ഷനുമായ കമൽഹാസൻ രാജ്യസഭയിലേക്ക്. DMKയുമായുള്ള ധാരണ പ്രകാരമാണ് കമൽഹാസൻ രാജ്യസഭയിലേക്ക് എത്തുന്നത്. ജയിക്കാനാകുന്ന മറ്റു 3 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ DMK പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കമൽഹാസന് രാജ്യസഭയിൽ സീറ്റ് നൽകുമെന്ന് DMK അന്നേ ഉറപ്പു നൽകിയിരുന്നു. കഴിഞ്ഞ മാസം ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും ചില മന്ത്രിമാരും കമലിനെ സന്ദർശിച്ചതോടെ നീക്കം വ്യക്തമായതാണ്. രാജ്യസഭയിൽ ഒഴിവുവരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള 6 സീറ്റുകളിലേക്ക് ജൂൺ 19 തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതിനു പിന്നാലെ ഇന്ന് MNM നേതൃയോഗം ചേർന്നു. കമൽഹാസനെ സ്ഥാനാർത്ഥിയാക്കിയുള്ള പ്രമേയം യോഗം അംഗീകരിച്ചു. ഇന്ത്യ സഖ്യത്തിന് ജയിക്കാനാകുന്ന മറ്റു 3 സീറ്റുകളിലേക്ക് കൂടി DMK സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അഡ്വക്കേറ്റ് P. വിൽസൺ വീണ്ടും രാജ്യസഭയിലേക്ക് മത്സരിക്കും. SR ശിവലിംഗം, എഴുത്തുകാരി സൽമ എന്നിവരും DMK സ്ഥാനാർത്ഥികളാകും. നിലവിൽ രാജ്യസഭാ അംഗമായ വൈക്കോയ്ക്ക് സീറ്റ് നിഷേധിച്ചിട്ടുണ്ട്. ജയിക്കാവുന്ന 2 സീറ്റുകളിൽ ആരെ നിർത്തുമെന്ന ചർച്ചയിലാണ് AIADMK. 24 ചെന്നൈ.